നമ്മളൊരു സ്ലൈസ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ ഫയലിൽ ന്യൂ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എടുത്തു. നമുക്ക് ഇഞ്ചസിൻ്റെ അകത്ത് ഇപ്പോൾ ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് വേണം എടുക്കാൻ. അതിൻ്റെ അകത്ത് നമുക്ക് ഇഞ്ചസ് ആക്കാം. ഇത് നമുക്ക് 8x11 ആക്കാം. തൽക്കാലം ഞാൻ ആ ഒരു സൈസ് കൊടുക്കുകയാണ്, ഇഞ്ചസ്. 8x11 ഇഞ്ചസിൽ ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട് പോർട്രേറ്റും ഉണ്ട്, അത് മാറ്റുക. 300 ആണ് റെസൊല്യൂഷൻ, പിക്സൽസ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഇഞ്ചസിലല്ലേ ചെയ്യുന്നത്, സോ ഇഞ്ചസിൽ ആയിരിക്കണം. സെൻറ്റിമീറ്റർ ആവുന്ന സമയത്ത് നമ്മൾ പിക്സൽസ് ബൈ സെൻറ്റിമീറ്റർ ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇഞ്ചസിലാണ് ചെയ്യുന്നത്. RGB കളർ മോഡാണ്, 8 ബിറ്റാണ് കളർ മോഡ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഫസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് സ്ലൈസ് പോസ്റ്റർ മേക്കിംഗ് എന്നടിച്ചു, ഞാൻ ഓക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങളായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. കാരണം നമ്മളെ കയ്യിൽ എത്ര പിക്ചേഴ്സ് ഉണ്ട്? 1 2 3 1 2 3 4 ഇത്രയും പിക്ചേഴ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. 4 പിക്ചേഴ്സാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതുമുണ്ട്, ഈ പിക്ചറും ഉണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ലൈസിൻ്റെ പടം അത് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രോസസ്സ് നമുക്കിതിൽ ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഏരിയ ഉണ്ടല്ലോ, ഇതങ്ങ് കോപ്പി ചെയ്യുക. ആ ഡോക്യുമെൻ്റ് എവിടെയാണ് കിടക്കുന്നത് ആ പാത്ത് കോപ്പി ചെയ്യുക. ഫയൽ പ്ലേസ് ലിങ്ക്ഡ് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V അടിക്കുക. ആ പാത്തിലോട്ട് കയറുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ സ്ലൈസിന് ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് PNG ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിന് വിഷയമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രശ്നമുണ്ട്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. കാണാവോ? അത് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സോളിഡ് കളർ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഴയതിൽ ഇപ്പോൾ പുതിയതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പഴയതിലാണെങ്കിൽ സെലക്ട് സബ്ജക്റ്റ്, പഴയതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ എന്ത് പറ്റും, സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആവും. ഇതിനൊന്ന് റാസ്റ്ററൈസ് ചെയ്യുക കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്തതിന് ശേഷം അറിയാമല്ലോ, റാസ്റ്ററൈസ് ചെയ്തതിന് ശേഷം സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കംപ്ലീറ്റ് സെലക്ട് ആവും. ഓക്കെ, സെലക്ട് ആയല്ലോ. ഇനി സെലക്റ്റിൻ്റെ അകത്ത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. Shift+I ആണ്, എഴുതിക്കണം. Shift+I ആണ് ഇൻവേഴ്സിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, സെലക്റ്റിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, ഇൻവേഴ്സ്. അപ്പോൾ സെലക്ഷൻ തിരിയും അല്ലേ. ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ്. ആ ഒരു സ്ലൈസിൻ്റെ ബോട്ടിൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പിക്ചറാണ് സെലക്ട് ആയിരിക്കുന്നത്. അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കഴിഞ്ഞു. Ctrl+D അടിക്കുമ്പോൾ സംഭവം ഡിലീറ്റായി. മനസ്സിലായ സംഭവം? ഇനി മൂവ് ചെയ്ത് കഴിയുമ്പോൾ സ്ലൈസിൻ്റെ ഇത് മാത്രം കിട്ടും. അപ്പോൾ പുതിയതിലാണെങ്കിൽ എനിക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു സോളിഡ് കളർ ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാ പോസ്റ്ററും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ അകത്ത് പച്ചയോ മഞ്ഞയോ അങ്ങനെ ഒരു സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കരുത്. അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ പല ഡിസൈൻ ചെയ്യുന്ന തുടക്കത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് അത്. വേറെ കളർ വയ്ക്കരുത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കളർ ടോൺ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ലൈറ്റ് ആണെങ്കിൽ അത് ഡാർക്ക് ആവാം, അത് ഡാർക്ക് ആണെങ്കിൽ ഇത് ലൈറ്റ് ആവാം. സോ ഞാൻ ഇതിൻ്റെ അകത്ത് എന്താ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് സോളിഡ് കളർ സെലക്ട് ചെയ്യുക. സോളിഡ് കളർ സെലക്ട് ചെയ്തിട്ട് ഇതിനങ്ങ് താഴെ ആക്കുക. അതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് ഇതിവിടെ താഴെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ട് ഒരു സോളിഡ് കളർ പിടിക്കുക. കണ്ടോ, ഇപ്പോൾ ഈ ഒരു കളറാണ് ഇതിൻ്റെ അകത്ത് കിടന്നത്. നമുക്ക് വേണ്ട ഏതാ, ഈ കളർ. മനസ്സിലായ സംഭവം? എന്നിട്ട് ഈ കളറിൻ്റെ ഇതേ കളർ പിടിക്കണ്ട, മനസ്സിലായ? ആ കളറിൽ നിന്ന് പതുക്കെ നമുക്ക് താഴെ വരികയോ ഇങ്ങനെ ആവുകയോ ചെയ്യാം. മനസ്സിലായ? അതേ കളർ തന്നെ പിടിക്കണമെന്ന് നിർബന്ധമില്ല. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ നമുക്ക് വേണം, അതിൻ്റെ അകത്തുള്ള ഒരു കളർ. അത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ആ ഒരു കളർ അതിൻ്റെ അകത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. ബ്രൈറ്റർ ആയിരിക്കണം കേട്ടോ, ഡള്ളായി പോലെ ബ്രൈറ്റർ കളർ തന്നെ ആയിരിക്കണം, അതിനെക്കാട്ടി കുറച്ചുകൊണ്ട് ബ്രൈറ്റർ ആയിരിക്കണം. ഓക്കെ, എടുത്തു. ഇത്രയും പിടി കിട്ടിയോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ലെയർ എടുക്കുന്നു. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ലല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത്
ഇതാ പെയിൻറ്റ് ബക്കറ്റ് ടൂള് അറിയാമല്ലോ. പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഞാനൊരു കളർ കൊടുക്കുകയാണ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് എൻ്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റ് ആണ്. വൈറ്റ് കൊടുത്തു, ഞാൻ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഡീസെലക്ട് ആവാൻ വേണ്ടി എന്ത് ചെയ്യുക, കൺട്രോൾ ഡി അടിച്ച് ഡീസെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവച്ചു. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെ ഞാൻ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി. മീൻസ് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ ബ്ലർ ഗോസിയൻ ബ്ലർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിനെ അങ്ങ് ബ്ലർ ചെയ്ത് കൊടുക്കുക. അതുമായിട്ട് നല്ല ലയിച്ചിരിക്കുന്ന ഫീൽ ഇങ്ങനെ പോകണം കേട്ടോ. അല്ല ഇങ്ങനെ തിരിച്ചു വരരുത്, ഇങ്ങനെ വരരുത്. ഇത് ഫൗളാണ്, അങ്ങനെ ചെയ്യരുത്. നല്ലവണ്ണം ലയിച്ചിരിക്കുന്ന ഫീൽ തന്നെ വരണം. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രേഡിയൻ സെറ്റപ്പിലുള്ളൊരു സംഭവം നമുക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതെടുത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൺട്രോൾ ജെ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, കൺട്രോൾ ജെ, കൺട്രോൾ ടി റൈറ്റ് ക്ലിക്ക് ഫ്ലിപ്പ് വേർട്ടിക്കലി മൂവ് ചെയ്യുക, ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, ഇത് കറക്റ്റ് അതുമായിട്ട് ലിങ്ക് ആയിട്ടില്ല. ആയോ, ഈ എഡ്ജസ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ടി അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റാപ്പ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്, അല്ലെങ്കിൽ വാർപ്പ് എന്ന് പറയാം, റാപ്പ് എന്നും പറയാം. ഓക്കെ, എന്തായിരുന്നാലും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ, ഈ ഒരു എഡ്ജ് പിടിച്ച് ഇവിടെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു എഡ്ജ് പിടിച്ച് ഇവിടെ വെച്ച് കൊടുക്കുക. പിടികിട്ടിയോ? അപ്പോൾ അത് കറക്റ്റ് അതുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിപ്പം ബാക്ക്ഗ്രൗണ്ട് മുകളിലായിപ്പോയി അല്ലേ, വലിച്ച് താഴെ ഇടുക. കണ്ടോ, അപ്പോൾ അത് കറക്റ്റ് ആ ഒരു അടിയിൽ ഇരിക്കുന്ന ഒരു കറക്റ്റ് ഫീൽ കിട്ടും. ഓക്കെ, പക്ക ആയില്ലേ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു റിഫ്ലക്ഷനെ നമുക്ക് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാസ്ക് വരും. കണ്ടല്ലോ, മാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് മാസ്ക് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഗ്രേഡിയൻറ്റ് ടൂളുണ്ട്. കണ്ടോ, ഗ്രേഡിയൻറ്റ് ടൂൾ. ആ ഗ്രേഡിയൻറ്റ് ടൂളിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻസി ടു ബ്ലാക്ക് ആണ്. നമുക്ക് ഗ്രേഡിയൻറ്റ് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, വെറുതെ നിങ്ങളിങ്ങനെ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോണ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ട്രാൻസ്പാരൻസി ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. പിടികിട്ടിയോ? അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ അത് കണ്ടോ, ഇതിവിടെ കട്ടാവും. കണ്ടോ, ഇങ്ങനെ കട്ടായിപ്പോവും. സംഭവം ഇങ്ങനെ കറക്കുമ്പോൾ ഇവിടെ കട്ടാവും. അടുത്ത ടൈപ്പ് ഓഫ് ട്രാൻസ്പാരൻസി ഉണ്ട്, അത് ഇങ്ങനെ വരയ്ക്കുക. അതിൻ്റെ ട്രാൻസ്പാരൻസി നമുക്കത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, മനസ്സിലായ സംഭവം? അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ട്രാൻസ്പാരൻസി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ അകത്ത് അടുത്ത ഇതുണ്ട്, ഇത് വേറെ രീതിയിലുള്ള ട്രാൻസ്പാരൻസിയാണ്, അതാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ട്രാൻസ്പാരൻസി വെച്ച് ഞാൻ ഫിക്സ് ചെയ്തു. ഇത് പിടികിട്ടിയല്ലോ, ഇതിൻ്റെ അകത്താണ് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇനി വീണ്ടും നിങ്ങൾക്കത് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്രേഡിയൻറ്റ് ടൂൾ എടുക്കുക, വീണ്ടും ട്രാൻസ്പാരൻസി ചേഞ്ച് ചെയ്യുക, ജസ്റ്റ് വീണ്ടും വരയ്ക്കുക. അത്രേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മാറും. കണ്ടോ, ഇതെന്താണ് മാസ്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതാണ് നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന സംഭവം. പിടികിട്ടിയോ? ഒന്നും കൂടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കതിൽ തിരിച്ചു വരാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ട്രാൻസ്പാരൻസി. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒബ്ജക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്പാരൻസി കൊടുക്കാം. ഇത് ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യണേ. ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് മാസ്ക് എടുത്തു. ഓക്കെ, വൈറ്റ് മാസ്കിൻ്റെ അകത്ത് ബ്ലാക്ക് ആയിരിക്കണം. ബ്ലാക്ക് ആണ്, പക്ഷേ ഗ്രേഡിയൻ്റ് ഓൾറെഡി എന്താണ് ബ്ലാക്ക് ആണ്. അപ്പോൾ ഗ്രേഡിയൻ്റ് എടുക്കുക. ഗ്രേഡിയൻ്റ് അകത്ത് ട്രാൻസ്പാരൻസി ടു ബ്ലാക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ഏതാണ് ആ ഒരു ഗ്രേഡിയൻറ്റിനെ ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് വരച്ചു കൊടുക്കുക. ഇത് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, അതായത് ഇതിൻ്റെ അകത്തൊരു പോയിൻ്റർ ഉണ്ട്. കണ്ടോ, ഈ പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഇതിന് എത്രത്തോളം നിങ്ങൾക്ക് കാണണം, എത്രത്തോളം കാണണ്ട എന്നുള്ള രീതിയിൽ പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ റൗണ്ടഡ് ഗ്രേഡിയൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്താണെന്നുണ്ടെങ്കിൽ അടുത്തത്
ഇത് ഈ രീതിയിലുള്ളൊരു ഗ്രേഡിയൻ്റ് ആണ്. ഇതാണ്ടോ, ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇത് ഫിക്സ് ചെയ്യാം. ഇതാണ് എൻ്റെ ഫൈനൽ തിങ്. സോ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റും ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിനെക്കാട്ടിയും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് നമുക്ക് തിരിച്ച് വരയ്ക്കാം. മീൻസ് ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ എങ്ങനെ വരച്ചത്, ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ, സോറി കണ്ട, ഇവിടെ വരച്ച ഇങ്ങനെയാവും, മാസ്കിലേ വരയ്ക്കുകയുള്ളൂ, ഇങ്ങനെയാണ് വരച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ച് വരയ്ക്കാം. ഇത് കാണണം, ബാക്കിയുള്ളത് ട്രാൻസ്പാരൻസിയിലോട്ട് പോട്ടെ, കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇത് കറക്റ്റ് പ്രോപ്പർ ആവത്തില്ല, അവിടെ നിന്ന് അത് ഫെതറായി അങ്ങ് പൊക്കോട്ടെ. ഇപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ ഇടയിൽ നമുക്കൊരു കോണ്ടാക്റ്റ് ഷാഡോ വെച്ച് കൊടുക്കുക. കോണ്ടാക്റ്റ് ഷാഡോ മനസ്സിലായോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ വരച്ചത് എങ്ങനെയായിരുന്നു, എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ചിട്ട് വൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ അത് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ അത് കണ്ട, ഇവിടെ അല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ എവിടെ വരയ്ക്കണമെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് കളർ കൊടുക്കാം, ബ്ലാക്ക്. സോ ഇവിടെ സെലക്ട് ചെയ്യുന്നു, പെയിൻറ്റ് ബക്കറ്റ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് എടുക്കണേ. ബ്ലാക്ക് എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ഡി അടിക്കുന്നു. ഇതാണ് എൻ്റെ കോണ്ടാക്റ്റ് ഷാഡോ, കണ്ടോ. ഇനി എന്ത് ചെയ്യുക, ഫിൽട്ടർ, ബ്ലർ, ദെൻ ഗോസിയൻ ബ്ലർ. ഒരുപാട് കൂട്ടണ്ട, ആവശ്യത്തിന് മാത്രം. എന്നാൽ അവിടെ ഒരു ഷാഡോ ഉള്ളൊരു ഫീലും വേണം, മനസ്സിലായോ? ഇത് ഇനഫാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി കൺട്രോൾ ടി അടിക്കുക. എന്ത് ചെയ്യുക, ഒരു പോയിന്റിൽ മാത്രം മൂവ് ചെയ്യുക, ഒരു പോയിന്റിൽ മാത്രം മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും. ഇപ്പം നോക്കിയേ, കണ്ടോ. അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് ഫീൽ ചെയ്യത്തില്ല, മനസ്സിലായോ? വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി സ്വല്പം കുറയ്ക്കാം. ഇവിടെ നിന്ന് കണ്ടോ, ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. അത് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങളത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയായിട്ടുണ്ട്. നമുക്ക് ഷാഡോയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കൺട്രോൾ ടി അടിച്ച് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒക്കെ ചെറുതാക്കിയിട്ട് ഇതിന് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണോ ഇതിനെ ട്വിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഫയൽ ഇമ്പോർട്ട്, പ്ലേസ് ലിങ്ക്ഡ്. ഇമ്പോർട്ടും പ്ലേസ് ലിങ്ക്ഡും ഒക്കെ ഒന്ന് തന്നെ. ഇതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് കട്ട് ചെയ്യാറുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സെലക്ട് ചെയ്യുക, ഇൻവേഴ്സ് അടിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഓക്കെ, ഒരെണ്ണം നമുക്ക് ഇവിടെ വയ്ക്കാം. കൺട്രോൾ ടി അടിക്കുന്നു, ഞാൻ ഇത് ഇവിടെ വയ്ക്കുന്നു ഒരെണ്ണം, കണ്ടല്ലോ, ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഫിൽട്ടർ, ബ്ലർ, ദെൻ ഒരു ഗോസിയൻ ബ്ലർ കൊടുക്കുക. എന്നിട്ട് തന്നെ ഞാൻ സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കട്ടായപ്പോൾ മാസ്കായി, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എല്ലാം റാസ്റ്ററൈസ് ആയില്ലെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, ദെൻ റാസ്റ്ററൈസ്. അത്രേ ഉള്ളൂ. റാസ്റ്ററൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, വീണ്ടും അതിനെ റാസ്റ്ററൈസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് സംഭവം കിട്ടും. ഫിൽട്ടർ, ബ്ലർ, ദെൻ ഗോസിയൻ ബ്ലർ. എത്രത്തോളം ബ്ലർ ചെയ്യണം നമുക്ക് അത്രത്തോളം ബ്ലർ ചെയ്യാം. കാണേണ്ടത് ആ ഒരു ലെവലിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ കൺട്രോൾ ടി അടിക്കുക, സ്വല്പം കൂടെ അതിനെ ചെറുതാക്കുന്നു. ഓക്കെ, ഇവിടെ വയ്ക്കുന്നു. ഇതിൻ്റെ ഒരു കൺട്രോൾ ജെ അടിക്കുക. കൺട്രോൾ ജെ മൂവ് ചെയ്യുന്നു. ഇത് ഈ ഒരു പൊസിഷനിലും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കൺട്രോൾ ടി വേണമെങ്കിൽ ഇവിടെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, ഒരേ ഷേപ്പിൽ തന്നെ വേണ്ട, വേറെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിനെ അതുപോലെ തന്നെ കൺട്രോൾ ടി അടിക്കുക. ഇങ്ങനെ വയ്ക്കരുത്, ഒരേ പ്രൊപ്പോർഷനിൽ വയ്ക്കരുത്, തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് കൊടുക്കുക. ആ ഒരു സ്പ്ലാഷസിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. പിടികിട്ടിയ സംഭവം. ഇനി ഫയൽ, വീണ്ടും പ്ലേസ് ലിങ്ക്ഡ്. നമുക്കിനി ഇതും കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇതിനെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിം സംഭവം ഏതാണ്, ക്ലിക്ക് ചെയ്യുക, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു എന്ത് വരും, ഒരു എക്സ്ട്രാ സംഭവം കൂടെ കയറി വരും. കണ്ടോ, സ്ലൈസ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാസ്ക്, റൈറ്റ് ക്ലിക്ക്, ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഇത്രയും ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. കണ്ടോ,
ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ കുപ്പിയുടെ ബാക്കിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, കുപ്പിയുടെ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം. കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്കിതിനെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കാം. ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്താൽ ഒരേ പ്രപ്പോർഷനിൽ വരുവേ. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ താഴെ വെച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ഇവിടെ വെച്ചാലും കുഴപ്പമില്ല. മീൻസ് ഈ തറയിലിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എയറിലിരുന്നാലും കുഴപ്പമില്ല. എയറിൽ ഇരിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ട്രാൻസ്പാരൻസി കൊടുക്കേണ്ടി വരും. സോ ഇവിടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജെ, കൺട്രോൾ ടി, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് വെർട്ടിക്കലി. ഓക്കെ, സെയിം പ്രോബ്ലം മൂവ് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഇവിടെ നിന്നൊരു എന്താ ചെയ്തതെന്നൊരു മാസ്ക് ഇട്ട് കൊടുത്തു. മാസ്കിൻ്റെ അകത്ത് എന്തിട്ട് കൊടുത്തു, ഒരു ഗ്രേഡിയൻറ്റ് വരച്ചു. ആ ഗ്രേഡിയൻറ്റിനെ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടത് ആ ടൈപ്പ് ഓഫ് ഗ്രേഡിയൻറ്റ് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇത് ഇനഫ് അല്ലേ? ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. അതാണെങ്കിൽ ആ ഒരു ഗ്ರೇഡിയൻ ടൈപ്പ് ഓഫ് സംഭവം നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രം ഈ ഒരു സംഭവം ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഈ രണ്ട് സ്ഥലത്തും ഈ സ്ഥലത്ത് മാത്രം ഒരു കോണ്ടാക്ട് ഷാഡോ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ച് കൊടുക്കുക. ഓൾറെഡി നമ്മളതിലുണ്ടല്ലോ. സോ ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കിട്ടും. കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് സ്വല്പം ഒന്ന് കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കുക സംഭവം. സോറി, അതല്ല ഇത്. കൺട്രോൾ ടി, സ്വല്പം ഒന്ന് മുകളിലോട്ട് പൊക്കി കൊടുക്കുക. സ്വല്പം ഒന്ന് താഴേക്ക് വെച്ച് കൊടുത്തു. മനസ്സിലായ സംഭവം? അപ്പോൾ ഇത്രയും കാര്യങ്ങളായ ഏകദേശം നമ്മുടെ പോസ്റ്ററിനുള്ള മെയിൻ സംഭവങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടാഗ് ലൈനാണ് കേട്ടോ. ടാഗ് ലൈനിൽ നമുക്ക് എന്തൊക്കെ പറയാം? ടാഗ് ലൈനിൽ വേണമെങ്കിൽ ഒരു പിക്ചറും കൂടെ ഇമ്പോർട്ട് ചെയ്യാം, അത് നമ്മുടെ ചോയ്സാണ്. ഇനി നമുക്ക് എത്ര പിക്ചേഴ്സ് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. ഫയൽ പ്ലേസ് കൊടുക്കുക, ഇതുണ്ട്, ഇത് വേണമെങ്കിൽ ഇതിനെയും പ്ലേസ് ചെയ്യാം. സെലക്ട് ചെയ്ത് വയ്ക്കുന്നു, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. സ്ഥലം ഉണ്ടെങ്കിൽ മതി, ഒരുപാട് കൺജസ്റ്റഡ് ആക്കണ്ട, എല്ലാം കൂടെ ആഡ് ചെയ്ത് കൺജസ്റ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. കൺട്രോൾ ടി അടിക്കുക, മൂവ് ചെയ്യുക. വേണമെങ്കിൽ ഇതിന് നമുക്കൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പുറകിലിട്ട് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ പുറകിൽ. അപ്പോൾ മറ്റേത് കാണുന്നില്ല അല്ലേ, ഈ ഭാഗം കാണുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണ്ട, ഡിലീറ്റ് ചെയ്യുക. അനാവശ്യമായിട്ട് അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോവും, എല്ലാം കൂടെ ചുമ്മാ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. വേണമെങ്കിൽ ഒരു സ്പ്ലാഷും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അത് നല്ല സ്പ്ലാഷ് ആയിരിക്കും, നെറ്റിൽ നിന്ന് എടുത്തിൻ്റെ ഒരു സ്പ്ലാഷ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്പ്ലാഷിൻ്റെ ഒരു സംഭവം കിടപ്പുണ്ട്. ഞാൻ ഫയൽ പ്ലേസ് ലിങ്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോൾഡറിൻ്റെ അകത്തൊരു സ്പ്ലാഷിൻ്റെ ഒരു സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ വരും. ഇത് കിടക്കുന്നു ഒരു സ്പ്ലാഷിൻ്റെ, ഇതുണ്ടോ, ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു സ്പ്ലാഷിൻ്റെ സംഭവം ഇവിടെ കിട്ടി. ഇതിനെങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബ്ലാക്ക് വരുന്ന എന്ത് സംഭവം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ നോർമൽ എന്ന് പറഞ്ഞ സംഭവം കണ്ടോ ഇതിൻ്റെ അകത്ത്. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സെറ്റ് ബ്ലെൻഡിങ് മോഡ് ഫോർ സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ പേരെന്താണ്? ലെയർ ബ്ലെൻഡിങ് ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെ സ്ക്രീനാക്കി കൊടുത്താൽ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. മനസ്സിലായ? അതായത് ബ്ലാക്ക് വരുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും, കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഓരോ ഡോട്ട് നമുക്ക് കിട്ടണം അല്ലേ. മറ്റേതിൽ കട്ട് ചെയ്ത ഒരു കാരണവശാലും ആ ഒരു ഡ്രോപ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. സ്ക്രീനാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പോർഷനിലാണ് വെക്കേണ്ടത് ആ ഒരു പോർഷനിലേക്ക് ഇതിനെ അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. കൺട്രോൾ ടി അടിച്ചിട്ട് സ്വല്പം ചെറുതാക്കുക. സ്വല്പം ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത ഷാഡോ എല്ലാം വേസ്റ്റ് ആവും. മനസ്സിലായ? വെറുതെ വലിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മറ്റേതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞോണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു ടെക്സ്റ്റ് എടുക്കുകയാണ്. ടെക്സ്റ്റ് എടുക്കുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന കളർ തന്നെ എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഏത് കളർ എടുക്കാം? ഇതാണ് മെയിൻ കളർ. തൽക്കാലം നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഫീൽ ദ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തു, കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വീണ്ടും നമ്മൾ ആ കളറിൽ നിന്ന് വേറൊരു കളറിലേക്ക് ഇങ്ങനെ മാറി നോക്കുക. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കളറിൽ നിന്ന് മാറുക. അല്ലെങ്കിൽ ഇത് പിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കാണാമല്ലോ കുറച്ചും കൂടെ വ്യക്തമായിട്ട്. എന്നിട്ട് മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റർ ആക്കുക.
അതാകുമ്പം ആ ഒരു കളറിൽ നിന്നും ലിങ്ക് ചെയ്തൊരു കളർ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെഗുലർ ഇതിൻ്റെ അകത്ത് ഫോണ്ടുകളുണ്ട് കണ്ടല്ലോ. ഫോണ്ടൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നോക്കിയായിരുന്നോ? ഫോണ്ടിൽ ഇഷ്ടമുള്ളൊരു ഫോണ്ട് എടുക്കുക. ഒരു സെക്കൻഡ്, ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഔട്ട്ലൈനോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്ക് പുറത്ത് നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റും ഒരു സ്ട്രോക്ക്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രോക്ക് സ്വല്പം ഒന്ന് കുറയ്ക്കുക. കണ്ടോ? ഇത് ടേസ്റ്റ്, ഇത് ഇത്രയും മതി. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിടികിട്ടിയ സംഭവം ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തു, അതുവരെ ഓക്കെയാണ് അല്ലേ? ടൈപ്പ് ചെയ്തവരെ ഓക്കെയാണ്. ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണ് ബ്ലെൻഡിങ് ഓപ്ഷൻ. അല്ലെങ്കിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ അകത്ത് കയറും. കണ്ടോ? വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താലും കയറും. അതിൻ്റെ അകത്ത് സ്ട്രോക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ടിക്ക് അടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സംഭവം കാണിക്കും. ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനെ മൂവ് ചെയ്യാം. കണ്ടോ? സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്ട്രോക്ക് അറിയാമല്ലോ, പുറത്തത് അകത്തത് ഫില്ല്. ഇനി ഔട്ട്സൈഡ് സ്ട്രോക്ക് ഉണ്ട്, ഇൻസൈഡ് സ്ട്രോക്ക് ഉണ്ട്. കണ്ടോ? ഇൻസൈഡ് ആകുമ്പം ഇൻസൈഡ് സ്ട്രോക്കാണ്. പിന്നെ ഉള്ള സെൻറ്റർ സ്ട്രോക്ക് ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ട്രാൻസ്പാരൻസി കുറയ്ക്കാം, സ്ട്രോക്കിൻ്റെ തിക്നെസ് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്കതിനെ കുറയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടാഗ് ലൈനാണത്. അപ്പോൾ അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ, സ്ലൈസ് എന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ളൊരു പ്രോഡക്റ്റാണ് അല്ലേ? അപ്പോൾ അത് ടാഗ് ലൈൻ പോലെ നമുക്ക് വെച്ചാൽ മതി. ഹെഡിങ് പോലെ വയ്ക്കണമെന്നില്ല, നിർബന്ധമില്ല. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം കൂടെ വെച്ചിട്ട് കുളം ആക്കരുത് ഒരു പോസ്റ്റർ, മനസ്സിലായ? ആവശ്യത്തിനുള്ള കണ്ടൻസ് മാത്രമേ ഒരു പോസ്റ്ററിൽ വയ്ക്കാവുള്ളൂ. പിന്നെ ആ ലുക്ക് ആൻഡ് ഫീല് പ്രോപ്പറായിരിക്കണം. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കളറ് വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റായിരിക്കണം, അതിൻ്റെ കോണ്ടാക്റ്റ് ഷാഡോ കറക്റ്റായിരിക്കണം. ഞാൻ എഫ് അടിച്ചു കഴിഞ്ഞാൽ എഫും അടിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആവും. കണ്ടോ? അപ്പോൾ ഈ ഫീൽ ദ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതോ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി നിങ്ങൾക്ക് ട്വീക്ക് ചെയ്യാം. പിടികിട്ടിയ സംഭവം. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റിഫ്ലക്ഷൻ, ഒരു കോണ്ടാക്റ്റ് ഷാഡോ. ഇതിന് ഒരു കോണ്ടാക്റ്റ് ഷാഡോ, ഇതിന് കോണ്ടാക്റ്റ് ഷാഡോ വെച്ചില്ല, കാരണം അതിന് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അത് എയറിൽ നിൽക്കുന്നൊരു ഫീലിലാണ്. ഇതിന് രണ്ടിനെ ഞാൻ പിടിച്ച് ബ്ലർ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് അടിച്ചു കൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സ്ട്രോക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സ്ട്രോക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ ഔട്ട്സൈഡ് കളർ മാറ്റാം. കണ്ടോ? കണ്ടോ? ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിൻ്റെ ഔട്ട്സൈഡ് കളർ. മനസ്സിലായി? ഇതുമായിട്ട് ലിങ്ക്, വൈറ്റ് തന്നെ വേണമെന്നില്ല, ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളൊരു കളറാക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തിട്ട് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കണ്ടോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കളർ വരും. മറിച്ച് വൈറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ ഓക്കെ കൊടുത്തിട്ട് അത് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. സെൻറ്റർ ഔട്ട് സൈഡിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് സൈഡിലുള്ളൊരു സ്ട്രോക്ക് നമുക്ക് വരും. ഓക്കെ, അപ്പം വൈറ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ട്രോക്കേ കൊടുക്കാവുള്ളൂ. തിന്നറായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ഓക്കെ. അതുപോലെ ഇതിൻ്റെത് എന്താണ്, ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഇതുണ്ട്, ഫോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നെറ്റിൽ നോക്കുക സംഭവം. ഇപ്പം സ്ലൈസിനൊക്കെ ഏത് രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നുള്ളതെന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലുള്ള ആ ഒരു സംഭവം കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ഇത് മാറി മൊത്തത്തിൽ. ഓക്കെ, ഇനി ഫയൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും എക്സ്ട്രാ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്ലേസ് ചെയ്യാം. ഇത് തന്നെ ഒന്നും കൂടെ പ്ലേസ് ചെയ്യാമേ, ഈ സംഭവം തന്നെ ഒന്നുകൂടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എങ്ങനെ ഇത് കട്ട് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ, ദെൻ നോർമൽ ടു സ്ക്രീൻ.
ഓക്കെ, എന്നിട്ട് ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് നല്ലവണ്ണം ചെറുതാക്കി. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുത്തേ, ഫീൽ ദ ടേസ്റ്റിൻ്റെ താഴെ. മനസ്സിലായോ? അപ്പം ഇതുപോലെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒരു പോസ്റ്റർ ചെയ്ത് കാണിക്കുക. ഏത് പ്രോഡക്റ്റ് വേണോ യൂസ് ചെയ്യാം. ആ പ്രോഡക്റ്റ് ഏതാണ്, ആ പ്രോഡക്റ്റിൻ്റെ ഒരു കളർ കാണും. ആ കളർ പിക്ക് ചെയ്ത് ബാക്കിൽ കൊണ്ടുപോവുക. എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കളറായിരിക്കണം കേട്ടോ. ഒന്നുമില്ല, അത് വെച്ചു, അതിൻ്റെ റിഫ്ലക്ഷൻ വെച്ചു, അതിൻ്റെ അകത്തൊരു ബേസ് ഷാഡോ വെച്ചു, പിന്നെ ബാക്കിയെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇത് രണ്ടും ഞാൻ ബ്ലർ ചെയ്തു. വേറെ ഒന്നും ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല. ഇപ്പം ഈ ഫീൽ ദ ടേസ്റ്റ് എന്നുള്ളതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഔട്ട്സൈഡ് എന്താണ് സ്ട്രോക്കൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട, എന്നെ കാണിക്കുക ആദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ളതെന്ന് കേട്ടോ. ഇതാകുമ്പം ഇത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഫീൽ വരും. അവിടെ ഇങ്ങനെ എന്തോ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാനൊരു എന്തുണ്ട് ഒരു തറയിലിരിക്കുന്നൊരു ഫീലില്ലേ, ആ ഒരു ഫീല് കൊണ്ടുവന്നാലേ ആ ഒരു കറക്റ്റ് സംഭവം നമുക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ എയറിലിരിക്കുന്നൊരു ഫീലായിപ്പോവും കേട്ടോ. അപ്പോൾ ഒരുപാട് പോസ്റ്റേഴ്സ് നമ്മൾ റെഫർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ സംഭവം കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രേഡിയൻ്റ് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്. അതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ബേസിക് എനിക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 4 പേരും ഒരു പോസ്റ്റർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ഒരാൾ ഹോർലിക്സ് ആണെങ്കിൽ ഒരാൾ ബൂസ്റ്റ്, ഒരാൾ സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു ഓയിൽ, ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളൊരു പോസ്റ്റർ ചെയ്തുകൊണ്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതേപോലെ ഒരു പോസ്റ്ററിൽ ഒരു കാരണവശാലും വലിച്ചു വാരി ഇടരുത്. ഇപ്പോൾ സ്ലൈസിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. അല്ലാതെ സ്ലൈസ് ഉണ്ടാക്കിയത് മുതൽ സ്ലൈസിൻ്റെ കമ്പനി എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ അതാണ് പറഞ്ഞത്, ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് കൊടുക്കുക. ഒരു സ്ഥലം അനാവശ്യമായിട്ട് പിടിച്ചിട്ട് പോയി കുറച്ച് ഗ്യാപ്പ് ഇരിപ്പുണ്ടെന്ന് അവിടെ കുറച്ച് സാധനങ്ങൾ ഇടാം, അങ്ങനെ ചെയ്യരുത് കേട്ടോ. പ്രൊഫഷണലായിട്ടുള്ള ഒരു പോസ്റ്ററിലും അങ്ങനെ വരത്തില്ല. ആവശ്യത്തിനുള്ള കണ്ടൻറ്റ് മാത്രം. ഇതിപ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്ലൈസാണ്, ഇതിൻ്റെ അകത്ത് ഇതുണ്ട്, മനസ്സിലായില്ലേ? വേണമെങ്കിൽ നമ്മൾ അഡ്രസ്സ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ടും താഴെ കൊടുക്കാം. ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കോണ്ടാക്റ്റും അതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുക്കുക. അല്ലാതെ എല്ലാം കൂടെ വലിച്ചു വാരി ഒരു കാരണവശാലും വെക്കരുത്. ചോദിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഞാൻ ആ ലെയർ ഒന്നും കൂടെ ഓപ്പൺ അപ്പ് ആക്കി തരാം. ഫസ്റ്റ് മുതൽ നമുക്ക് ലെയർ ഓഫ് ചെയ്ത് ഓണാക്കി നോക്കാം. നോക്കിയേ, എല്ലാം ഓഫ് ചെയ്തേ. ഓക്കെ, ഫ്രം ദ സ്ക്രാച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കളർ. അതിന് മുന്നേ ഞാൻ എന്താണ് ചെയ്തത്, ഒരു ബോട്ടിൽ എടുത്തു. എന്നിട്ട് ആ ഒരു കളറിൻ്റെ ആ ബോട്ടിലിൻ്റെ കളറുമായിട്ട് ലിങ്ക് ചെയ്തൊരു കളറിൽ വെച്ച് കൊടുത്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു വട്ടം വരച്ച് അതിനെ ബ്ലറാക്കി. എന്നിട്ട് ഇത് നമ്മുടെ എന്താണ് കോണ്ടാക്റ്റ് ഷാഡോയാണ്. ഷാഡോ വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ആ ബോട്ടിൽ ഇതായിരിക്കുന്നു, ഈ ബോട്ടിൽ വെച്ചു. ബോട്ടിൽ നിന്നാണ് നമ്മൾ എന്ത് പിക്ക് ചെയ്തത്, കളർ പിക്ക് ചെയ്തത് അല്ലേ? ഇതായിരുന്നു ഞാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആഡ് ചെയ്തു. ഓക്കെ, ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ റൈറ്റ് ക്ലിക്ക് മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡിസേബിൾ ലെയർ മാസ്ക് വരും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇവിടെ സെലക്ട് ചെയ്താൽ എനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനേബിൾ ചെയ്താലേ നമുക്ക് ആ ഒരു ഫീൽ വരുള്ളൂ. അതിനുശേഷം ഞാനൊരു കോണ്ടാക്ട് ഷാഡോ വെച്ചു. ഇത് മറ്റേതിൻ്റെ കോണ്ടാക്ട് ഷാഡോ ആണ്, അത് ഞാൻ പിന്നെ നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചു, ഇതിനെ ബ്ലറാക്കി. ഓക്കെ, ഇതിനെ വെച്ചു, ഇതിനെ ബ്ലറാക്കി. പിന്നെ എന്താണ് ചെയ്തത്, രണ്ടാമത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിന് വെച്ച് കൊടുക്കുക. ഈ ഒരു ഒബ്ജക്റ്റിന് വെച്ച് കൊടുത്തു. അതിൻ്റെ ഷാഡോ ഗ്രൗണ്ട് ഷാഡോ വെച്ച് കൊടുത്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളതൊരു എന്താണ് ഇത് നമ്മൾ ഇതുണ്ടല്ലോ സ്ലൈസ് ചെയ്ത് പോകുന്ന ഈ ഒരു സംഭവം, അതിന് വേണമെങ്കിൽ ഒന്നും കൂടെ റാസ്റ്ററൈസ് ചെയ്തോണം കേട്ടോ. എല്ലാം റാസ്റ്ററൈസ് ചെയ്തോ. എന്തെങ്കിലും ഒരു സിമ്പിൾ ഇവിടെ കിടക്കണ്ട. സിമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റാസ്റ്ററൈസ് ചെയ്യുക. ഇതിപ്പോൾ വേണമെങ്കിൽ സ്വല്പം കൂടെ വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഡിസ്റ്റർബ്ഡ് ആവാതിരുന്നാൽ മതി, മുകളിലോട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ,
അത് ഡിസ്റ്റർബ്ഡ് ആവാതിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് അടുത്തത് വീണ്ടും ഒരെണ്ണം ഞാൻ മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് അടിച്ചു കൊടുത്തു. ടെക്സ്റ്റിനടുത്ത് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് കുറയ്ക്കാം ഇവിടെ നിന്ന്. മനസ്സിലായോ? അപ്പം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കാണിക്കുക. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന രീതി നിങ്ങൾ ചെയ്യുക. നമുക്ക് നോക്കാം ഏതാണ് നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സൈഡാണ് നോക്കേണ്ടത്, ടൂളല്ല. നമ്മൾ ഈ ടൂള് നമുക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളൊരു കമ്പനി പോകുന്ന സമയത്തും ഒരു പോസ്റ്റർ ചെയ്യാൻ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ടൂൾ അറിയാൻ നോക്കാനല്ല, നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സോഫ്റ്റ്വെയർ പോലും അല്ല, കമ്പാരിസൺ അല്ല.